ഇന്ന് ഏപ്രിൽ 9. ഏവർക്കും VPK ലേണിംഗ്സിന്റെ ഡെയിലി കറന്റ് അഫയേഴ്സ് സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന ആനുകാലിക സംഭവങ്ങൾ നോക്കാം. വിയറ്റ്നാമിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് തു ലാം. വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറിയാണ് തു ലാം. 5 വർഷമാണ് കാലാവധി. പുതിയ പ്രധാനമന്ത്രി ലേ മിൻ ഹുങ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് വിയറ്റ്നാം ഗവർണറായിരുന്നു ലേ മിൻ ഹുങ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 2025-26 സാമ്പത്തിക വർഷം തൊഴിൽ ദിന സൃഷ്ടിയിലും ചെലവിലും ഒന്നാമതെത്തിയ ജില്ല തിരുവനന്തപുരം. 2ാം സ്ഥാനം കോഴിക്കോട്. 3ാം സ്ഥാനം കൊല്ലം. ബംഗ്ലാദേശ് കലാപവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ബംഗ്ലാദേശിലെ മുൻ സ്പീക്കർ ഷിരിൻ ഷാർമിൻ ചൗധരി. ആദ്യ വനിതാ സ്പീക്കറാണ് ചൗധരി. രാജ്യത്തെ ആദ്യ മുനിസിപ്പൽ ടെക്സ്റ്റൈൽ റിക്കവറി ഫെസിലിറ്റി വിജയകരമായി നടപ്പിലാക്കിയ മുനിസിപ്പൽ കോർപ്പറേഷൻ നവി മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ. പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകുന്ന പ്രധാന ഘടകങ്ങളിലൊന്നായ പഴകിയ തുണികളെ സംസ്കരിച്ചെടുക്കുന്ന ടെക്സ്റ്റൈൽ റിക്കവറി ഫെസിലിറ്റി TRF പദ്ധതി സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ 2.0 ഭാഗമായാണ് നവി മുംബൈ കോർപ്പറേഷൻ നടപ്പിലാക്കിയത്. 2026 ഏപ്രിലിൽ രാജിവെച്ച എയർ ഇന്ത്യ CEO ക്യാമ്പൽ വിൽസൺ. സ്കൂൾ പ്രവേശനം പരമാവധിയാക്കുക, കൊഴിഞ്ഞുപോക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ മധ്യപ്രദേശ് സർക്കാർ ആരംഭിച്ച 4 ദിവസത്തെ ക്യാമ്പയിൻ സ്കൂൾ ചലേ ഹം. മധ്യപ്രദേശ് മുഖ്യമന്ത്രി ഡോക്ടർ മോഹൻ യാദവ്. IPL ചരിത്രത്തിൽ 200 വിക്കറ്റ് നേടുന്ന ആദ്യ ഫാസ്റ്റ് ബൗളർ ഭുവനേശ്വർ കുമാർ. ഇനി ഇന്നലത്തെ ആനുകാലികത്തിൽ നിന്നുള്ള ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി നീരുറവ സെൻസസ് നടത്തിയ സംസ്ഥാനം? ഉത്തരം കമന്റ് ചെയ്യൂ. ഡെയിലി കറന്റ് അഫയേഴ്സ് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.